യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅ്ലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ പരിപൂർണമായും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നതും കുറച്ചും കൂടെയൊക്കെ നമ്മുടെ ദീനീ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നതുമായിട്ടുള്ള ഒരു വചനമാണ് സൂറത്തു അൽ അൻഫാലിലെ 24-ാമത്തെ ആയത്ത്. പല പണ്ഡിതന്മാരും ഖത്തീബുമാരുമെല്ലാം പലപ്പോഴായി വെള്ളിയാഴ്ചകളിൽ ഈ ആയത്തിനെ അധികരിച്ചുകൊണ്ട് ഖുതുബ നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ആലോചിച്ചും ചിന്തിച്ചും ഉൾക്കൊള്ളേണ്ട ഒരു വചനമാണ് അൻഫാലിലെ 24-ാമത്തെ ഈ വചനം. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യം നമ്മൾ ഉണർത്തുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് നമ്മളെയാണ്, നമ്മളെ ഓരോരുത്തരെയുമാണ് നേർക്ക് നേരെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരായത്തിൽ നിന്ന് വ്യക്തമാണ്. സത്യത്തിൽ പരമ്പരാഗതമായി ഒരു മുസ്ലിമായി ജനിച്ചു, അതുകൊണ്ട് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ നിർവഹിച്ചു. അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വല്ല പ്രതിസന്ധികളും വന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു, അള്ളാഹുവിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു. നമുക്കറിയാവുന്ന ചില ദീനീ കാര്യങ്ങളും നമസ്കാരങ്ങളൊക്കെ നമ്മൾ പുലർത്തിപ്പോന്നു. അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മൾ എപ്പോഴോ ചിലതൊക്കെ കേട്ടപ്പോൾ അതൊക്കെ ചില ആശയങ്ങളായി സ്വീകരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു ദീനാണ് നമ്മുടേതെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അപാകത, അങ്ങനെ രൂപീകരിക്കപ്പെട്ട ദീനിൻ്റെ ഏറ്റവും വലിയ അപാകത എന്താണെന്ന് ചോദിച്ചാൽ, ദീന് നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രാവർത്തികമാക്കുവാനും നമ്മുടെ മനസ്സ് സന്നദ്ധമാവില്ല. വിശ്വാസം കൊണ്ടായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹ വഹുവ മുഅ്മിൻ. വിശ്വാസിയായിക്കൊണ്ടായിരിക്കണം കർമ്മം ചെയ്യേണ്ടത്. എന്ത് കാര്യങ്ങളും ആ വിശ്വാസമാണ് നമ്മളെ അതിന് പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് പലപ്പോഴും ത്യാഗപൂർണമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാളുടെ അങ്ങാടിയിലുള്ള ഏറ്റവും കണ്ണായ സ്ഥലത്ത് അയാൾ എന്ത് ചെയ്തു, ഒരല്പസ്ഥലം പള്ളിക്ക് വേണ്ടി കൊടുത്തു. പക്ഷേ അവിടെ പള്ളിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് സ്ഥലം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ ചെയ്യണത്. നിങ്ങൾ ആലോചിക്കും, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏത് സന്ദർഭത്തിലും വിറ്റുപോകുന്ന ലക്ഷങ്ങൾ വില കിട്ടുന്ന ഒരു ഭൂമി, ഇവിടെ ഒരു പള്ളി ആയിക്കോട്ടെ എന്ന് പറയാനുള്ളൊരു മനസ്സ് എവിടെ നിന്ന് വരുന്നു? അതാണ് ഈമാൻ. അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറയാനും ചെയ്യണമെന്ന് പറയാനും വിശ്വാസികളോട് പറയുമ്പോൾ അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഈമാൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈമാനും വിശ്വാസവും ഉള്ളവർക്കേ പറ്റൂ. ഈമാൻ ഉണ്ടെങ്കിൽ എന്താണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹു വിളിച്ചാൽ പിന്നെ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് അള്ളാഹു ആ വിശ്വാസികളെ എന്ന് നമ്മളെ വിളിക്കുന്നത്. ഒരുപക്ഷെ ഇന്നമാ ബഅദഹു ഖൈറുൻ യഅ്മുറു ബിഹി ഔ ശർറുൻ യൻഹാൻ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു നന്മയാകും പറയാൻ പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ ഒരു കാര്യത്തിൽ നിങ്ങളെ വിലക്കാനായിരിക്കും അള്ളാഹു നിങ്ങളെ വിളിക്കുന്നുണ്ടാകുന്നത്. വിശ്വാസികളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കൽപ്പന എന്നെ എങ്ങനെ ബാധിക്കും, എനിക്കെന്ത് നഷ്ടം വരും എന്നൊന്നും ചിന്തിക്കാതെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഈമാനിന്റെ ലക്ഷ്യം. ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. അതായത് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറ്റവും അധികം പ്രവാചകന്റെ വ്യക്തിത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളാണ്. എല്ലാ ഭാര്യമാരും വിധവകളാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെ. ആയിഷ റളിയല്ലാഹു അൻഹയെ ചെറിയൊരു പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു ആരോപണവും ആക്ഷേപവും കേൾക്കാത്ത ഒരാളും ഒരുപക്ഷെ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ അതിപ്പോ നബി ചെയ്തത് ശരിയായോ
എന്ന് നമ്മുടെ ആരുടെയെങ്കിലും മനസ്സ് പറഞ്ഞാൽ അവിടെ ഈമാന്റെ പ്രശ്നമുണ്ട്. അതാണ് ഈമാൻ. എന്താ ഈമാന്റെ പ്രശ്നം എന്ന് പറയാൻ കാരണം, നബി സാസുമ ആയിഷ വിവാഹം കഴിക്കണ എപ്പോഴാണ്? പ്രവാചകനായതിനു ശേഷമാണ്. നബി പ്രവാചകനായതിനു ശേഷം നബി എടുക്കുന്ന ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? അത് പ്രവാചകന്റെ തീരുമാനമാണ്, വഹീ കിട്ടുന്ന സമയത്തുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാര് തിരുത്തും? അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തും. തിരുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ പ്രവാചക സാസമ ചെയ്യുന്നത് ശരിയായിരിക്കും, അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാകുന്നത്, അല്ലെങ്കിൽ വിശ്വാസിയാവൂല. യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിർറസൂൽ. അള്ളയും റസൂലും വിളിച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ ആ വിളി കേൾക്കണം, ഉത്തരം നൽകണമെന്നാണ്. നബി സാസമ ഒരിക്കൽ നിസ്കരിക്കാൻ വന്നപ്പോൾ ചെരുപ്പ് അഴിച്ചിട്ട്, അപ്പോൾ എല്ലാ സ്വഹാബത്തും ചെരുപ്പ് അഴിച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ചെരുപ്പിട്ട് നിസ്കരിക്കാം. അവിടുത്തെ ഭൂമി അങ്ങനത്തെ ഭൂമിയാണ്, ചെരുപ്പിട്ട നിസ്കരിക്കല്. അപ്പൊ നബി നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, എന്താണ് നിങ്ങൾ എല്ലാവരും ചെരുപ്പ് അഴിച്ചിടാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പൊ നബി അപ്പൊ അവർ പറഞ്ഞു, റസൂൽ നിങ്ങൾ ചെരുപ്പ് അഴിച്ചിട്ടു, അപ്പൊ ഞങ്ങൾ ചെരുപ്പ് അഴിച്ചിട്ടു. നബി എന്തിന് ചെരുപ്പ് അഴിച്ചിട്ടു? ചോദ്യമല്ല. ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ കല്ലിനെ, കഅബയോട് ചേർത്ത് വെച്ച കല്ലിനെയും ചുംബിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആര്? പിന്നെ റസൂലുള്ള ചുംബിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചുംബിക്കാൻ, ആ ചുംബിക്കുന്ന സമയത്ത് ഉമർ ഒരു കല്ലിനെ ചുംബിക്കുന്നതിന് യുക്തി എന്ത്? അതിന്റെ കാര്യം ഇങ്ങനെ ഒരു ചിന്തയില്ല. റസൂലുള്ള ചെയ്തൊരു കാര്യത്തിന്റെ യുക്തി അന്വേഷിച്ച് പോണ പരിപാടിയില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇന്നി ലഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഉ. കല്ലേ, നീ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാത്തതാണെന്ന് എനിക്കറിയാം. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുകി മാ ഖബൽതുകി. നിന്നെ റസൂൽ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചുംബിക്കുമായിരുന്നില്ല എന്നാണ്. അപ്പൊ ഒരു കല്ലിനെ ചുംബിക്കണം എന്താ? എല്ലാവരും ചുംബിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്താൽ പിന്നെ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം തന്നെ ഇല്ല. അങ്ങനെ എന്തെങ്കിലും സംശയിച്ച് നിൽക്കണമെങ്കിൽ ഒന്ന് അഹങ്കാരമാണ്. നമ്മളൊക്കെ ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ തറവാട്ടുകാരാണ്. ഇപ്പൊ നിങ്ങൾ പറയണതൊക്കെ ശരിയാണെങ്കിൽ അതൊന്നും നമുക്ക് അംഗീകരിച്ച് പോരാൻ പറ്റില്ല. കാരണം ഈ നാട്ടുകാരൊക്കെ നമ്മളിതിന്റെ ആൾക്കാരായിട്ട് വിചാരിക്കുമ്പോൾ നമ്മൾ മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അഹങ്കാരമാണ്. അനുമിനുലി ബഷരിൻ മിസ്ലിന, ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ പിൻപറ്റുകയാണോ എന്നാണ്. വഖൗമുഹുമാ ലനാ ആബിദുൻ. അത് ഫിറഔനോട് ചോദിച്ച കാര്യമാണ്. അവന്റെ അഹങ്കാരം കൊണ്ട് ചോദിച്ച ചോദ്യമാണ്, എങ്ങനെ ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുക? നിങ്ങൾ ഞങ്ങളെക്കാളും താഴെയുള്ള ആൾക്കാരല്ലേ എന്നാണ്. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുക ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും. പക്ഷെ നബി വന്നപ്പോൾ വിശ്വസിക്കാതെ പിറകോട്ട് നിന്നത് അവരാണ്. എന്താ അവർ കാര്യം? വേദക്കാരായ ഞങ്ങളിൽ നിന്നല്ലേ ഒരു നബി വരേണ്ടത്, ഖുറൈശികളിൽ നിന്ന് വരാൻ പറ്റുമോ? ആ ഒരു അസൂയ കൊണ്ടാണ് അവരത് അംഗീകരിക്കാതിരുന്നത്. പല കാരണങ്ങളുണ്ട്. ഞങ്ങളെ വാപ്പകാരണന്മാർ ചെയ്തു വന്നതാണ്, അവിടെ ഞങ്ങൾ അവിടെ നിൽക്കുള്ളൂ, അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മളെ പൂർവ്വപിതാക്കന്മാർ ചെയ്തു വന്നതല്ലേ. നിങ്ങൾ പിൻപറ്റൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങളെ പിതാക്കന്മാരെയും വാപ്പകാരണന്മാരെയും കണ്ടതനുസരിച്ച് ഞങ്ങൾ പോവുള്ളൂ എന്ന് അവർ പറയുന്ന. അല്ലെങ്കിൽ നമ്മളെ ചില ഇഷ്ടങ്ങൾ അത് നിർത്തിയാൽ നമ്മളെ ചില പരിപാടികളും സന്തോഷങ്ങളും പോകുമോ എന്ന് പേടിച്ച്, അല്ലെങ്കിൽ പേടി, മയ്യത്ത് വിലക്കോ പള്ളിക്ക് കൊണ്ടുപോകൂലേ, അല്ലെങ്കിൽ നിക്കാഹ് കിടക്കുമ്പോൾ പുസ്തകം തരാതിരിക്കോ എന്നൊക്കെ പേടിച്ചിട്ട് അള്ളി റസൂലും പറഞ്ഞതിനെതിരെ നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനത്തിലൊക്കെ നമ്മൾ കൂടിയാടുക. ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ളവൻ എന്ത് പ്രശ്നമുള്ളത്? എന്താ വരാനുള്ളത്? ഒരു പേടിയും ഒരു കാര്യത്തെ കുറിച്ചില്ല. വഖാലൂ ഇന്നത്തബിൽ ഹുദാ മഅക് നുതഖത്തഫു മിൻ അർളിനാ. നീ പറയണൊക്കെ കേട്ട് നിന്റെ പിന്നാലെ ഞങ്ങൾ കൂടിയാലേ ഞങ്ങൾ ഈ ഭൂമിയിൽ റാഞ്ചി എടുക്കപ്പെടുന്നതാണ്. ആൾക്കാരൊക്കെ പടം ഞങ്ങൾ എടുത്തുകൊണ്ടുപോകും. അത് പേടിച്ചിട്ടാണ് ഞങ്ങൾ അൻ്റെപ്പം നിൽക്കാത്തത് എന്ന് പ്രവാചകന്മാരോട് ആര് പറഞ്ഞിട്ടുണ്ട്? അനുയായികളായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ, ഒരു താല്പര്യം ഒരു വിശ്വാസിക്ക് അല്ലാഹു റസൂലും പറഞ്ഞാൽ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. അല്ലാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് അതിലൊരു ചോയ്സും ഇല്ലാതാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. തർക്കമുള്ളൊരു കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിധി പറഞ്ഞാൽ അവരത് അവിടെ തന്നെ നിൽക്കുന്ന. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ദീനിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം സുഹൃത്തുക്കൾ. അതാണ് ഈ ആയത്തിന്റെ താല്പര്യം.
വിട്ടു നിൽക്കാൻ പറഞ്ഞൊരു കാര്യം തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ആ തെറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അത് താമസിപ്പിക്കാൻ പറ്റാന്നാണ്. ഇതിൽ അങ്ങനെയുണ്ട്. മുബാദറത്ത് വേണമെന്നാണ്. കേട്ടഞ്ഞ് പിന്നെ ആകാം, കുറച്ചും കൂടി വയസ്സായിട്ടാകാം, പിന്നെ ഇസ്തിഗ്ഫാർ നടത്താം, പിന്നെ ശരിയാക്കാം, ഒന്നും കൂടി സെറ്റാവട്ടെ, എന്നിട്ട് പിന്നെ ആലോചിക്കുക എന്നൊന്നും പറയുന്ന ഒരു പരിപാടി ഇല്ല എന്നാണ്. അള്ളാഹും റസൂലും വിളിച്ചാൽ അതിലേക്ക് പോകുന്നതാണ്. മാത്രമല്ല, അള്ളാഹുവും റസൂലും പറഞ്ഞതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇത് വേറൊരു പറയുന്നതാണ്. വേറെ ആൾക്കാരൊക്കെ ഇതിനെതിരെ ചെയ്യുന്നതാണുമ്പോൾ നമ്മൾ പറയും, സുഹൃത്തെ ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താ? അള്ളാഹും റസൂലും പറഞ്ഞതിന് എതിരല്ല ഇവർ ചെയ്യണത്. നമ്മൾ എത്രമാത്രം ആ വിധികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്നത്. എത്ര വലിയ സൂക്ഷ്മതയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കാണിച്ചെന്ന് ആലോചിക്കും. ഒരാളൊരു സ്വർണ്ണ മോതിരിട്ട് വന്നു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വർണ്ണ മോതിരം ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് പറഞ്ഞു, അയഅ്മദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദിഹി. നിങ്ങളൊരാള് നരകത്തിന്റെ ഒരു മോതിരം അത് നിങ്ങളുടെ കയ്യിൽ അണിയുകയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഉടനെ എന്ത് ചെയ്തു? അത് ഊരി വലിച്ചെറിഞ്ഞത് മാത്രമല്ല, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഏതായാലും അത് എടുത്തലാ അല്ലെ സാധനം, വേറെ എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിന് പറ്റൂല, കയ്യുമിടണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിന് പറ്റുമല്ലോ എന്നാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ഈമാനുള്ളവർക്ക് അത് പറയാൻ പറ്റും. എന്താ അദ്ദേഹം പറഞ്ഞു അറിയോ? ലാ വല്ലാഹി ലാ ആഖുദുഹു അബദാ, അതിനി ഒരിക്കലും എന്റെ കൈ കൊണ്ട് ഞാൻ എടുക്കില്ല. വഖദ് തറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ വലിച്ചെറിഞ്ഞൊന്ന് ഞാൻ എന്റെ കൈ കൊണ്ട് എടുക്കില്ല എന്നാണ്. അതാണ് ഈമാൻ. അതാണ് ഈമാൻ. എത്ര ശക്തമാണ് ഈമാൻ നോക്ക് നിങ്ങൾ. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, വെറുതെ കഥ പറയല്ല. അത് മദ്യത്തിൽ നിന്ന് വിരമിക്കണമെന്ന് പറഞ്ഞു. ഫഹൽ അൻതും മുൻതഹൂൻ എന്ന് ചോദിച്ചപ്പോൾ ഇൻതഹൈനാ യാ റബ്ബ്, അല്ലാഹുവേ ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു. ഒരു മദ്യപാനിക്ക് പറ്റും അത്? നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ വചനം കാണുമ്പോൾ അത് ഈമാന സുഹൃത്തുക്കളെ, മനസ്സിലായി? ഒരു മാസം ഡി അഡിക്ഷൻ സെന്റർ കടന്നിട്ട് പറ്റില്ല ചില ആൾക്കാർക്ക് ശീലങ്ങളെ മാറ്റാൻ. ഈമാണ്ടോ? ഇത് നരകത്തിന്റെ പാനീയാണ് വയറ്റിക്ക് കയറ്റുന്നത്. ഈമാൻ മനസ്സ് കയറിക്കഴിഞ്ഞാൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഏത് വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ യുദ്ധത്തിന് വേണ്ടി വിളിക്കപ്പെട്ടോടത്തേക്കാണ് ഹൻദല റളിയല്ലാഹു അൻഹു പോയത്, മനസ്സിലായി? എന്നിട്ട് നേരെ രക്തസാക്ഷിയാവുകയാണ്. ആദ്യ രാത്രിയിൽ പോവുകയാണ് യുദ്ധത്തിലേക്ക്. ആ രക്തസാക്ഷിയായ ഹൻദല റളിയല്ലാഹുവിനെ കുറിച്ചിട്ടാണ് ഇന്ന സ്വാഹിബക്കും തഗ്സിലുഹുൽ മലായിക, മലക്കുകളാണ് അദ്ദേഹത്തെ കുളിപ്പിക്കുന്നതെന്നാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ മനസ്സ് സുഹൃത്തുക്കളെ അത്രയൊന്നുമില്ലെങ്കിലും നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഈ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ കേട്ടിട്ടും അതനുസരിച്ച് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ? ബാങ്ക് ഇട്ടിട്ട് പള്ളിക്ക് പോവുക, അതൊരു മനസ്സല്ലേ? ഈമാന്റെ ഒരു മനസ്സല്ലേ സുഹൃത്തുക്കളെ? ഹറാമാണെന്ന് ബോധ്യമുള്ള ഒരു സമ്പത്തുമ്മ തൊടാതിരിക്കുക, ഹറാമായ ഒരു വസ്തുവിനെ ഉപയോഗിക്കാതിരിക്കുക, തെറ്റാണെന്ന് എത്ര മനസ്സിലാകുന്ന ഒരു കാര്യത്തിന് അടുക്കലേക്ക് പിന്നെ പോകാതിരിക്കുക. എന്താ അതുകൊണ്ടുള്ള ഗണം? ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅക്കും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്കാണ് അള്ളാഹും റസൂലും വിളിക്കണമെന്നാണ്. ഒരു സംശയം ആർക്കും വേണ്ട. അള്ളാഹും റസൂലും വിരോധിച്ച ഒരു കാര്യം കൊണ്ടൊരു വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തെറ്റാ സുഹൃത്തുക്കൾ. നമ്മുടെ ജീവിതത്തെ സജീവമായി നിർത്താൻ, നന്മയിൽ നിർത്താൻ അതുകൊണ്ടേ പറ്റൂ, വേറെ ഒന്നുകൊണ്ട് പറ്റൂല. ഞാൻ പറയാം, സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തിൻ്റെ ഗുണം എത്രയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ഏത് കാലാണ് വെക്കേണ്ടത്? ഇടത്തേ കാലാവും, മനസ്സിലായി? അപ്പം നമ്മൾ ഇടത്തേ കാല് വെക്കണം എന്നുള്ള ബോധമുള്ളവൻ ചെല്ലി ഇടത്തേ കാല് വെക്കുമ്പോൾ അവിടെ ഒരു ശ്രദ്ധ ഉണ്ട് കയറും. എന്നാൽ ചില ആൾക്കാർ ഓടിച്ചെന്ന് ഒരൊറ്റ ചവിട്ടും മലന്ന് വീഴുന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു ശ്രദ്ധ പോലും ഒരു കാര്യം, അതൊന്നും ഇപ്പം അതിനു വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും അതിന് വെള്ളം കുടിക്കുമ്പോൾ ഒന്നിച്ച് കുടിക്കരുത്, 3 ഇറക്കായിട്ട് നമ്മൾ കുടിക്കുക. ഒരു വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് ദാഹിക്കുന്ന സമയത്ത് ഒന്നായിട്ട് കുടിക്കരുത്. നോക്കൂ നിങ്ങൾ, ഒരു നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും എത്ര വലിയ നിർദ്ദേശങ്ങളാണ് നമുക്ക് തരുന്നത് നിങ്ങൾ ആലോചിക്കണം. ഒരാളെ ഇടത്തെ കൈ കൊണ്ട് കുടിച്ചല്ലോ, അപ്പൊ എന്താ പറഞ്ഞത്? ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത്. അപ്പൊ അതേ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ നിനക്ക് ഇനി അതുകൊണ്ട് കുടിക്കാൻ പറ്റാതിരിക്കട്ടെ. പിന്നെ ആ കൈ അയാൾ എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ എന്തു വന്നാലും ആ കൽപ്പനകൾ അതുപോലെ ചെയ്യാനും, അങ്ങനെയെങ്കിൽ ഹയാത്തൻ തൊയ്യിബ, നല്ലൊരു ജീവിതം തരുന്നതാണ്. നമ്മൾ ആ സുന്നത്തനുസരിച്ച്, ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്ക് നല്ലൊരു ജീവിതം തരാമെന്നാണ്.
ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടാലും ഒക്കെ മനസ്സിലാക്കിയാലും ഒരു പക്ഷേ സുഹൃത്തുക്കളെ നമ്മൾ ശീലിച്ച മനുഷ്യനെ അങ്ങനെയാണ്, മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ശീലങ്ങളുണ്ടല്ലോ, അതൊക്കെ ആ സമയമാകുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ നടക്കും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അങ്ങനെയാണ്. ശീലങ്ങളായി മാറിയ കാര്യങ്ങളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ത് കാര്യങ്ങളാണ് ആ ശീലം അങ്ങനെ തന്നെ മനുഷ്യൻ തുടർന്നുകൊണ്ടിരിക്കും. അപ്പം അത്തരം ശീലങ്ങളൊക്കെ തിരുത്തി അള്ളാഹുലേക്കും റസൂലിലേക്കും വരണം. അങ്ങനെ വന്നില്ലെങ്കിൽ എന്താണ് അത്? അള്ളാഹു താക്കീത്, 2 താക്കീത് അതിൻ്റെ അവസാനത്തിലുണ്ട്. എന്താണ് സുഹൃത്തുക്കളെ? ഒരു താക്കീത് എന്താണ്? ഒന്ന്, ഇന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി എന്നാണ്. അള്ളാഹു മനുഷ്യൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ മറയിടുന്നാണ്. അതൊരു വല്ലാത്ത താക്കീതാണ്. ഇനി അടുത്ത് പടച്ചോൻ്റെ അടുത്തേക്ക് പരലോകത്തേക്ക് ചെല്ലേണ്ടിരുന്നില്ല 2ാമത്തെ താക്കീത്. അതുപോലെ ഗൗരവമുള്ള താക്കീത് എന്താ അറിയോ? നന്നാവണമെന്ന ഒരു മനസ്സിൻ്റെ പ്രചോദനമുണ്ടല്ലോ, ആ പ്രചോദനത്തിനൊരു ആയുസ്സുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നന്നാകാൻ പറ്റില്ല. ഒരു സമയമുണ്ട്. നേരെ നിസ്കാരം തുടങ്ങാമെന്ന് വിചാരിക്കുന്നവർക്ക് നിസ്കാരം തുടങ്ങാമെന്ന മനസ്സിൻ്റെ പ്രചോദനത്തിന് ഒരു സമയമുണ്ട്. തട്ടമിടാമെന്ന് വിചാരിക്കുന്ന സഹോദരിക്ക് അത് ഇടാൻ കൊടുക്കുന്ന ഒരു സാവകാശത്തിൻ്റെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പടച്ചോൻ തരും, ഇനി ഇടണ്ട അറിയും, ഇനി നിസ്കരിക്കേണ്ട അറിയും. അതാണ് യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി. ഹൃദയത്തിൻ്റെയും അയാളുടെയും ഇടയിൽ ഒരു മറനിടും പടച്ചോൻ, ഒരു സീല് വെക്കും, പിന്നെ പറ്റൂല. അത് ചെറിയ ഭീഷണിയല്ല സുഹൃത്തുക്കൾ. നമ്മളൊക്കെ അറിഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം. എന്താ പറയുക? പിന്നെ നമുക്കത് ചെയ്യാൻ കഴിയും എന്നതിന് എന്തുറപ്പാണുള്ളത്? പിന്നെ ചെയ്യാൻ കഴിയുന്നുള്ളത്. അതുകൊണ്ട് പിന്നീടാവാം എന്ന് വിചാരിച്ച് നീട്ടിവെക്കുമ്പോൾ ഇനി വേണ്ടെന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? അതാണ് ഒരു താക്കീത്. അള്ളാഹും റസൂലും വിളിച്ചോടത്തേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള താക്കീത് എന്താ അറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു അവൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യും? മറയിടുന്ന. പിന്നെ അള്ളാഹ് പറഞ്ഞ കാര്യം കുറച്ച് ബുദ്ധിമുട്ടി നമ്മൾ ചെയ്താലും നമുക്ക് നഷ്ടം വരില്ല. എന്താ പറയുക? ചോദിച്ചത് അള്ളാഹ് തരും. അള്ളാഹ്ക്കും വേണ്ടി ഒരു കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ നഷ്ടം വരൂല. കാരണം അള്ളാഹ് ചോദിച്ചത് തരും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂലി. എൻ്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അടുത്തുണ്ടെന്ന് പറഞ്ഞോളൂ. ഫൽയസ്തജീബൂലി, അവൻ എനിക്കുത്തരം നൽകട്ടെ, ഞാൻ പറഞ്ഞത് അവൻ കേൾക്കട്ടെ. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നുണ്ടോ സുഹൃത്തുക്കളെ? എത്ര പ്രാർത്ഥിച്ചു നോക്കരുത്. അള്ളാഹിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹ് തിരിച്ചു പറയണത് ഞാൻ പറഞ്ഞത് നീ കേട്ടോ, ഞാൻ പറഞ്ഞത് നീ കേട്ടോ. ഫൽയസ്തജീബൂലി വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. എൻ്റെ ആഹ്വാനങ്ങൾ അവർ സ്വീകരിക്കട്ടെ, എൻ്റെ കൽപ്പനകൾ അവർ സ്വീകരിക്കട്ടെ എന്നാണ്. വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് വയസീദുഹും മിൻ ഫദ്ലിഹി. സത്യവിശ്വാസികളായ ആളുകൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന ആളുകൾ വയസീദുഹും മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു പുരോഗതിയും ബർക്കത്തൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടായി? കാരണം പടച്ചോന് ഇഷ്ടമില്ലാത്ത ചിലതൊക്കെ നമ്മൾ നിലനിർത്തി പോണുണ്ടാവും, ഒരു ബർക്കത്തും ഉണ്ടാവില്ല. ഇതൊക്കെ ഖുർആന്റെ വചനങ്ങളല്ലേ, വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനുസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് വിളിച്ചു. അപ്പൊ അതിൽ ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്നത് എന്ന് പറഞ്ഞിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അതായത് മനസ്സിനെപ്പോഴും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ലൈവായി സജീവമായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹ് പറഞ്ഞതനുസരിച്ച് പോകണം എന്നാണ്. നമ്മളിപ്പോൾ ഈ നിസ്കരിക്കാനൊന്നും ചിട്ട പാലിക്കാതെ, അതിനൊന്നും പള്ളിയിൽ പോകാതെ, നമ്മളെ സക്കാത്തൊന്നും കണക്കാക്കി കൊടുക്കാതെ, രാവിലെയും വൈകുന്നേരം ചെന്ന അധികാറുകളൊന്നും കൃത്യമായി ചൊല്ലാതെ നമ്മളങ്ങനെ ഒരു ദീനിയായ ജീവിതമല്ല നയിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. ഒരലക്ഷ്യമായ, അസമാധാനമായ, അശാന്തിയായ ഒരു ജീവിതമായിരിക്കുന്നു. കാരണം അള്ളാഹിന്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു താക്കീത് എന്തായാലും എന്നെ ബുദ്ധിമുട്ടാക്കുന്നതാണ്. അതങ്ങനെ തന്നെ പടച്ചോൻ പറഞ്ഞു. എൻ്റെ കൽപ്പനകളെ ബോധപൂർവം നിരാകരിക്കുന്നവർക്ക് പ്രശ്നം വരും. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ. എൻ്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർക്ക് കുടുസായ ഒരു ജീവിതം നൽകും. ഇഹലോകത്തും പരലോകത്തും ആ കുടുസത അനുഭവപ്പെടുന്ന
ഇത്രയൊക്കെ വലിയ ലാഭമുണ്ടോ സഹോദരങ്ങളെ? ചെറിയ ഒരു ഹവക്ക് വേണ്ടി, ഇച്ഛയ്ക്ക് വേണ്ടി, ചെറിയ ചില സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ തിന്മകളെ കൊണ്ടൊക്കെ ഇത്രയും വലിയ ഗുണങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ? രണ്ടാമത്തെ താക്കീത് എന്താ അറിയോ? അവങ്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അപ്പോ അള്ള ഇവിടെ പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇവിടെ ടെക്സ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് എൻ്റെ അടുത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതാണ്, ഇങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നില്ലേ എന്ന്, ഇങ്ങനൊരു കാര്യം റസൂലുള്ള പറഞ്ഞിരുന്നില്ലേ എന്ന് നിങ്ങളെ വിചാരണ ചെയ്യാൻ എൻ്റെ അടുക്കലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. അതാണ് രണ്ടാമത്തെ താക്കീത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ടെക്സ്റ്റ് വെച്ച്, ഈ നിയമം വെച്ച് ഹുജ്ജത്തുൻ ലക ഔ അലൈക, നിനക്കൊരു തെളിവ് അല്ലെങ്കിൽ നിനക്കെതിരായ തെളിവ്, രണ്ടിലൊന്നായി ഈ വചനങ്ങളെല്ലാം ഒരു കാലത്ത് നമുക്കെതിരെ മാറും എന്നും നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സന്തോഷകരമായ ഹയാത്തൻ തൊയ്യിബ്, നല്ലൊരു ജീവിതത്തിൽ, സമാധാനമുള്ളൊരു ജീവിതത്തിൽ, ജീവനുള്ള ഒരു മനസ്സിന് നമ്മൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് ഉത്തരം നൽകുക. അതിൻ്റെ യുക്തിയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒന്നും അറിവ് നമുക്കില്ലല്ലോ സുഹൃത്തുക്കൾ. എവിടെയെങ്കിലും ചിന്തിച്ച് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അറിവിനോളം എത്താൻ അള്ള പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ പരിപൂർണമായി പിൻപറ്റുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറക വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് കീഴൊതുങ്ങുവാനുമുള്ള ഒരു മനസ്സുണ്ട്. ആ മനസ്സില്ലാത്തവർക്ക് തൗഫീക്ക് ഉണ്ടാവില്ല എന്നാണ്. എന്താ തൗഫീക്ക്? നല്ലതൊന്നും ചെയ്യാനുള്ള ഒരവസരം തോന്നൂല എന്നാണ്. നന്മകൾക്കുള്ള ഒരു തൗഫീക്ക് കിട്ടാതെ പോകും എന്നതും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലുണ്ട്. അപ്പം നമ്മൾക്ക് എത്രയോ കാലമായിട്ട് ജീവിച്ചിട്ടും ആത്മാർത്ഥമായി എന്തെങ്കിലും ഒന്ന് സദഖ കൊടുക്കാനോ, ഒന്ന് മനസ്സ് തട്ടി ഒന്ന് നിസ്കരിക്കാനോ, ഒന്ന് അള്ളാഹിനോട് ചോദിക്കാനോ ഒന്നും പറ്റണില്ലെങ്കിൽ അത് അള്ളൊരു തൗഫീക്ക് തരാഞ്ഞിട്ടാണ്. അതിനുള്ളൊരു ഒരു സഹായം അള്ളാഹു നമുക്ക് തരാത്തത് കൊണ്ട്. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ അംഗീകരിച്ച് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് വേണം. അത്തരം മനസ്സുകൾക്ക് മാത്രമേ അവസരങ്ങൾ അള്ളാഹു തരൂ. ആ മനസ്സുണ്ടെങ്കിലേ അവസരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുക എന്നുള്ളത് നമ്മുടെ ദീനിയായ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോവാൻ പോലും നമുക്ക് ആവശ്യമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ വചനങ്ങളും അത് തദബ്ബുർ ചെയ്ത് വളരെ ആഴമായി പഠിച്ച് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് അത് വെളിച്ചം നൽകും. നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതം ഇന്നത്തതല്ലാത്ത മറ്റൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. അത്തരത്തിലൊരു പരിവർത്തനത്തിന് നമ്മുടെ മനസ്സുകൾക്ക് പറ്റണം. മാറേണ്ട സമയം കഴിഞ്ഞാൽ പിന്നെ മാറ്റാതിരിക്കും. നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ ഹൃദയം ആവുന്ന സന്ദർഭത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഹൃദയത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇനി നന്നാകണ്ട എന്ന് അള്ളാഹു തീരുമാനിക്കുന്നതിന് മുമ്പ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവും. അള്ളാഹുവെ, ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ പറയാം. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ പല ബന്ധുക്കളും ആശുപത്രികളിൽ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ കഴിയുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും നീ രോഗശാന്തി പ്രദാനം ചെയ്യണമെന്നാണ്. അവർക്കും ഞങ്ങൾക്കും നീ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണം. എല്ലാവിധ തീവ്രവും തീക്ഷ്ണവുമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം. റഹ്മാനെ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണം. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം. റഹ്മാനെ, അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.